ഹലോ ഹായ് എല്ലാവർക്കും ലെന്നയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് മാസത്തിലെ കരിയർ അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എന്താണ് കരിയർ അപ്ഡേറ്റ്സ് മാത്രമല്ല അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളും ജോബിന്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്, അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. കാര്യം എന്താണ് ഇപ്പോൾ പ്ലസ് ടു ഡിഗ്രിയും അതുപോലെ തന്നെ 10th എല്ലാം കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലെ. അപ്പൊ ഇനി ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അറിയാനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ കേരളത്തിലെ AICTE അംഗീകാരമുള്ള 7 സ്വകാര്യ ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 4 വർഷ BHMST അതായത് എന്താണ് ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജി പ്രോഗ്രാം പ്രവേശനത്തിന് മെയ് 22 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്? 2025 മെയ് 22 വരെയാണ്. ഇതിൽ ഇപ്പൊ ടോട്ടൽ എത്ര സീറ്റുകളാണ് ചോദിച്ചു കഴിഞ്ഞാൽ 780 സീറ്റുകളാണുള്ളത്. അത് എവിടേക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടേക്കാണ്? ഓരോരോ സ്ഥലങ്ങളിലാണ്. KTU തന്നെയാണ് യൂണിവേഴ്സിറ്റി. സൗത്ത് പാർക്ക് നെടുമങ്ങാട് 120 സീറ്റ്, രാജധാനി ആറ്റിങ്ങൽ 150 സീറ്റ്, KMCT കുറ്റിപ്പുറം 60 സീറ്റ്, വിശ്വജ്യോതി വാഴക്കുളം 90 സീറ്റ്, ലൂർദ് മാത കാട്ടാക്കട 120 സീറ്റ്, അത് കേരള യൂണിവേഴ്സിറ്റിയാണ്. ശ്രീനാരായണ ചേർത്തല 120 സീറ്റ് കേരളം, സ്നേഹാചാര്യ കരുവാറ്റ 120 സീറ്റ് കേരളം. ആകെ 780 സീറ്റുകളാണുള്ളത്. ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വരാനുള്ള ചാൻസ് ഉണ്ട്. ഓരോ സ്ഥാപനത്തിലെയും പകുതി വീതം സീറ്റുകൾ സർക്കാർ മാനേജ്മെന്റ് കോട്ടയിലാണ് ഉള്ളത്. ഇതിലെ യോഗ്യത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 തുല്യ യോഗ്യത ഉള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. കേരള ഹോട്ടൽ മാനേജ്മെന്റ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ് റാങ്ക് നോക്കിയാണ് സർക്കാർ സീറ്റുകളുടെ സെലക്ഷനായി ഉണ്ടാവുക. ഓക്കെ, ഇതിലെ ഫീസ് എത്രയാണ്? 1300 രൂപയാണ് ഇതിലെ ഫീസ് എന്ന് പറയുന്നത്. 1300 രൂപയാണ്. പട്ടവിഭാഗത്തിന് 650 രൂപയുമാണ് ഇതിലെ ഫീസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കേരള ഹോട്ടൽ മാനേജ്മെന്റ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ് നോക്കിയിട്ട് അതിന്റെ റാങ്കിന്റെ ബേസിസിലായിരിക്കും എന്തുണ്ടായിരിക്കുക സർക്കാർ സീറ്റുകളിലെ സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഫീസ് ഉണ്ട്. ഫീസ് എങ്ങനെയാണ്? ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർഷികം ഒരു വർഷമാണ് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടത്. ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്രയാണ്? 60,000 രൂപ മുതൽ 75,000 രൂപ വരെ ആകാം. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.lbscenter.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഫോൺ നമ്പറും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 04712560 ഓക്കെ, അപ്പോ ഹോട്ടൽ മാനേജ്മെന്റ് അപേക്ഷ എവിടം വരെയാണെന്നാണ് പറഞ്ഞത്? മെയ് 22 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏതാണ്? കേരളത്തിലെ AICTE അംഗീകാരമുള്ള 7 സ്വകാര്യ ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 4 വർഷം BHMCT അതായത് ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജി പ്രോഗ്രാം പ്രവേശനത്തിന് മെയ് 22 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ടോട്ടൽ നമ്മൾ സീറ്റുകൾ പറഞ്ഞത് 780 സീറ്റുകളാണ്. അത് 120, 150, 60, 90 എന്നൊക്കെയാണ് ഓരോ കോളേജുകൾ സീറ്റ് ഉള്ളത്. അതായത് സൗത്ത് പാർക്ക് നെടുമങ്ങാടിൽ 120 സീറ്റ്, അതേപോലെ തന്നെ എവിടെയാണ്? രാജധാനി ആറ്റിങ്ങൽ 150 സീറ്റ്, KMCT കുറ്റിപ്പുറം 60 സീറ്റ്, വിശ്വജ്യോതി വാഴക്കുളം 90 സീറ്റ്, ലൂർദ് മാത കാട്ടാക്കട അല്ലെ 120 സീറ്റ്, ശ്രീനാരായണ ചേർത്തല 120 സീറ്റ്. 120 സീറ്റുകളാണ് കൂടുതൽ. 4 സ്ഥലങ്ങളിൽ 120 സീറ്റുകളാണുള്ളത്. ആകെ 780 സീറ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. +2 യോഗ്യത ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റി അഡ്മിനിസ്ട്രേഷൻ. അതായത് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജിയും JNUവും സഹകരിച്ച് നടത്തുന്ന 2 വർഷ MSc ഹോസ്പിറ്റാലിറ്റി അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാമിലേക്ക് മെയ് 16 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. തിരുവനന്തപുരം ഉൾപ്പെടെ 18 സ്ഥാപനങ്ങളിലെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ പഠന സൗകര്യം ഉണ്ടായിരിക്കും. ഓൺലൈൻ എൻട്രൻസ് എക്സാം നടക്കുന്നത് മെയ് 24-നാണ്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.nchm.nic.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. അവർ ഫോൺ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2590-620 എന്നുള്ളതാണ്. അപ്പൊ നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജിയും JNUവും സഹകരിച്ച് നടത്തുന്ന 2 വർഷ MSc ആണ് കേട്ടോ. MSc ഹോസ്പിറ്റാലിറ്റി അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാമിലേക്ക് മെയ് 16 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. എവിടെയാണ്? തിരുവനന്തപുരം ഉൾപ്പെടെ 18 സ്ഥാപനങ്ങളിലെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ പഠന സൗകര്യം ഉണ്ടായിരിക്കും. എൻട്രൻസ് എക്സാം ഉള്ളതാണ്. എൻട്രൻസ് എക്സാം നടക്കുന്നത് മെയ് 24-നായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.nchm.nic.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
റെയിൽവേയില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് 970 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ വാക്കൻസി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനൽ നോക്കിയാൽ മതിയാവും. ഓക്കെ, അപ്പൊ അതിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ. അതായത് റെയിൽവേയിലെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തികയിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലെ 970 ഒഴിവിൽ അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് മെയ് 19 വരെ നീട്ടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. www.rrb.tiruvanthuram.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പൊ എത്ര ഒഴിവുകളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 970 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ എന്താണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വീണ്ടും നീട്ടിയിരിക്കുകയാണ്. ഓൾറെഡി നീട്ടിയിട്ടുണ്ടായിരുന്നു, അത് വീണ്ടും നീട്ടിയിരിക്കുകയാണ്. എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? മെയ് 19 വരെ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം, www.rrb.tiruvanthuram.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. അപ്പോൾ ഡേറ്റുകൾ മറന്നു പോകരുത്. എന്താണ് ഹോട്ടൽ മാനേജ്മെന്റ് മെയ് 22 വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 780 സീറ്റുകളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിലുള്ള ക്വാളിഫിക്കേഷൻ +2 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ഏതാ പറഞ്ഞത്? ഹോസ്പിറ്റാലിറ്റി അല്ലെ, MSc ഇൻ ഹോസ്പിറ്റാലിറ്റി അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാമിലേക്ക് മെയ് 16 വരെ അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എൻട്രൻസ് എക്സാം മെയ് 24. അപ്പൊ എല്ലാം മെയ് മാസങ്ങളിലാണ് നടക്കുന്നത്, ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഹോട്ടൽ മാനേജ്മെന്റിനാണെങ്കിൽ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 22 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ അപ്പൊ റെയിൽവേയുടെ എക്സാമിന്റെ മെയ് 19 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. വളരെയധികം ശ്രദ്ധിക്കണം. ഇതിൽ വിജ്ഞാപന നമ്പർ എന്ന് പറയുന്നത് 012025 എന്നുള്ള നമ്പറാണ്. അപ്പോൾ അതടിച്ചു കൊടുത്താൽ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. ഇതുപോലത്തെ ജോബ് അപ്ഡേറ്റ്സും കരിയർ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.